കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെയുണ്ടായ പ്രകൃതിക്ഷോഭവും അതിതീവ്ര മഴയും മൂലം കാർഷിക മേഖലയ്ക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായത്. 67.44 കോടി രൂപയുടെ പ്രാഥമിക കൃഷിനാശം കണക്കാക്കുന്നതായി മന്ത്രി ടി സിദ്ദീഖ് പറഞ്ഞു. ജൂലൈ അവസാന ആഴ്ചയിലും ഓഗസ്റ്റ് ആദ്യ ദിവസങ്ങളിലുമായി സംസ്ഥാനത്ത് അനുഭവപ്പെട്ട ശക്തമായ മഴയും വെള്ളപ്പൊക്കവും മൂലമുണ്ടായ പ്രകൃതിക്ഷോഭം കാർഷിക മേഖലയ്ക്ക് ഗുരുതര ആഘാതമാണ് സൃഷ്ടിച്ചത്. ജില്ലകളിൽ നിന്ന് ലഭിച്ച വിള അടിസ്ഥാനത്തിലുള്ള ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പ്രാഥമിക വിലയിരുത്തൽ പ്രകാരം 1882 ഹെക്ടർ കൃഷിയാണ് നശിച്ചത്. 23,537 കർഷകരെ പ്രകൃതിക്ഷോഭം നേരിട്ട് ബാധിച്ചതായും 67.44 കോടിയുടെ വിളനാശമാണ് കണക്കാക്കുന്നതെന്നും മന്ത്രി ടി സിദ്ദീഖ് പറഞ്ഞു. പ്രകൃതിക്ഷോഭത്തിൻ്റെ ആഘാതം സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളെയും കാർഷിക മേഖലകളെ ബാധിച്ചു. നെൽകൃഷിക്കും വാഴക്കൃഷിക്കുമാണ് കൂടുതൽ നാശം. സംസ്ഥാനത്തെ ആകെ സാമ്പത്തിക നഷ്ടത്തിൻ്റെ ഏകദേശം 80% ഈ രണ്ട് വിളകളിലാണ് രേഖപ്പെടുത്തിയതെന്നും മന്ത്രി വ്യക്തമാക്കി. ജില്ലകളിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക നഷ്ടം ആലപ്പുഴയ്ക്കാണ്. മലപ്പുറം ജില്ലയിലെ നഷ്ടത്തിൽ പ്രധാനമായും വാഴക്കൃഷിക്കും നെൽകൃഷിക്കുമാണ് കൂടുതൽ ആഘാതമുണ്ടായത്. എറണാകുളത്ത് 4.96 കോടിയുടെ നഷ്ടം രേഖപ്പെടുത്തി. പ്രളയബാധിത പ്രദേശങ്ങളിലെ നാശനഷ്ടങ്ങൾ കൃത്യമായി വിലയിരുത്തി അർഹരായ കർഷകർക്ക് സമയബന്ധിതമായി സഹായം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ കൃഷിവകുപ്പ് സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.